ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സെനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവം. നാലാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ വരെ. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. രോഗപ്രതിരോധത്തിനായി ദ്രുതകർമ്മസേനയെ നിയോഗിച്ചു. ജലഗതാഗതത്തിന്റെ യശസ്സുയർത്തി കൊച്ചി വാട്ടർ മെട്രോ. ഒരു വർഷം കൊണ്ട് സേവനം ഉപയോഗിച്ചത് 20 ലക്ഷം പേർ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത. തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കൊക്കോ കൃഷിയിൽ മികച്ച വരുമാനം. പ്രതീക്ഷയുടെ നിറവിൽ ഇടുക്കിയിലെ കർഷകർ. IPL ഇന്ന് 2 മത്സരങ്ങൾ. ISL രണ്ടാം പാദ സെമിയിൽ ഇന്ന് ഒഡീഷ മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശത്തെയും 95 പാർലമെന്റ് സീറ്റുകളിൽ അടുത്ത മാസം 7-നാണ് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. രാജ്യത്ത് നാലാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ നാളെ വരെ പിൻവലിക്കാം. അടുത്ത മാസം 13-നാണ് നാലാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 5-ാം ഘട്ടത്തിലേക്ക് അടുത്ത മാസം 3 വരെ പത്രിക സമർപ്പിക്കാം. മെയ് 20-നാണ് വോട്ടെടുപ്പ്. 6-ാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ച പുറപ്പെടുവിക്കും. മെയ് 25-നാണ് 6-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടെടുപ്പും എല്ലാ തലങ്ങളിലും പൂർണ്ണമായും തൃപ്തികരമായിരുന്നുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വോട്ടിംഗ് യന്ത്രങ്ങൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. സംസ്ഥാനത്തെ പോളിംഗ് ബൂത്തുകളിൽ 95%-ലും വൈകിട്ട് 6 മണിയോടെ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായി. വടകര മണ്ഡലത്തിലെ ചില ബൂത്തുകളിൽ മാത്രമാണ് പിന്നീട് വോട്ടെടുപ്പ് നടന്നത്. സുഗമമായ വോട്ടെടുപ്പ് തടസ്സപ്പെടുന്ന വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇക്കുറി സംസ്ഥാനത്തുണ്ടായില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൂണ്ടിക്കാട്ടി. ഉത്തർപ്രദേശിലെ അവശേഷിക്കുന്ന സീറ്റുകളിൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനകം പുറത്തിറക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ഏപ്രിൽ 19-ന് ആരംഭിച്ച് 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ 308 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. എടത്വ പഞ്ചായത്ത് 10-ാം വാർഡിലും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 7-ാം വാർഡിലും തകഴി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി താറാവുകളെയും മറ്റ് പക്ഷികളെയും കൊന്നൊടുക്കുന്ന നടപടികൾ നാളെ ആരംഭിക്കും. ഇതിനായി ദ്രുതകർമ്മസേനയെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കൊച്ചി വാട്ടർ മെട്രോ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിടുന്നു. സർവീസ് ആരംഭിച്ച് 1 വർഷം പിന്നിടുമ്പോൾ വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണം ഇന്ന് 20 ലക്ഷത്തിലെത്തി. വിശദാംശങ്ങളിലേക്ക്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിച്ച കൊച്ചി വാട്ടർ മെട്രോയുടെ പ്രവർത്തനം 1 വർഷം തികയുമ്പോൾ 2 മില്യൺ യാത്രക്കാർ എന്ന വണ്ടർ നമ്പറിലെത്തിയിരിക്കുകയാണ്. ഈ ചുരുങ്ങിയ കാലയളവിൽ 20 ലക്ഷം പേർ ഈ സേവനം ഉപയോഗിച്ച് യാത്ര ചെയ്തത് വാട്ടർ മെട്രോ ജനങ്ങൾ ഏറ്റെടുത്തതിന് തെളിവാണ്. 14 ബോട്ടുകളുമായി 5 റൂട്ടുകളിലാണ് നിലവിൽ സർവീസ് ഉള്ളത്. കുമ്പളം, പാലിയംതുരുത്ത്, വില്ലിംഗ്ടൺ ഐലൻഡ്, കടമക്കുടി, മട്ടാഞ്ചേരി ടെർമിനലുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. തുച്ഛമായ തുകയിൽ സുരക്ഷിതമായ യാത്രയാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ശീതീകരിച്ച ബോട്ടുകൾ പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മിനിമം ടിക്കറ്റ് നിരക്ക് 20 രൂപയാണ്. സ്ഥിരം യാത്രക്കാർക്കായി നിരക്കിൽ ഇളവുകളോടെ പ്രതിമാസ പാസുകളുമുണ്ട്. കൊച്ചി 1 കാർഡ് ഉപയോഗിച്ച് കൊച്ചി മെട്രോ റെയിലിലും കൊച്ചി വാട്ടർ മെട്രോയിലും യാത്ര ചെയ്യാനാകും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബോട്ടുകളുടെ ഫ്ലീറ്റ് കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ്. പദ്ധതി പൂർത്തിയാകുമ്പോൾ 10 ദ്വീപുകളിലായി 38 ടെർമിനലുകൾ ബന്ധിപ്പിച്ച് 78 വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തിരഞ്ഞെടുപ്പ് ദിവസമായ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം റെക്കോർഡ് ഭേദിച്ചു. വൈകിട്ട് 6 മുതൽ 12 വരെ ചരിത്രത്തിലാദ്യമായി 5600 മെഗാവാട്ടിന് മുകളിൽ വൈദ്യുതി ഉപയോഗമെത്തി. ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉൾപ്പെടെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വൈദ്യുതി ആവശ്യകത കുതിച്ചുയർന്നത്. വടകര മണ്ഡലത്തിൽ പോളിംഗ് വൈകിയ സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ അറിയിച്ചു. സ്ത്രീകളടക്കം വോട്ടർമാർ രാത്രി 11 വരെ ക്യൂ നിന്നാണ് വോട്ട് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഹജ്ജ് തീർത്ഥാടനത്തിന് ഈ വർഷം ലക്ഷദ്വീപിൽ നിന്നും പുറപ്പെടുന്നവർക്ക് സ്റ്റേറ്റ് ഹർജി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാങ്കേതിക പഠന ക്ലാസുകൾ സംഘടിപ്പിച്ചു. 48 സ്ത്രീകൾ ഉൾപ്പെടെ 92 പേരാണ് ഇത്തവണ ഹജ്ജ് കർമ്മങ്ങൾക്കായി കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. ഹജ്ജ് യാത്രയിൽ പാലിക്കേണ്ട അന്താരാഷ്ട്ര നിയമപരമായ സാങ്കേതിക വിവരങ്ങളാണ് പ്രധാനമായും ഹജ്ജ് യാത്രക്കാർക്കായി ക്ലാസുകളിൽ പരിചയപ്പെടുത്തിയത്.
വയനാട്ടിലെ നീർവാരത്ത് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ആന ചെരിഞ്ഞു. തെങ്ങ് മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആനയ്ക്ക് ഷോക്കേറ്റത്. ഏകദേശം 12 വയസ്സ് പ്രായമുള്ള കൊമ്പനാണ് ചെരിഞ്ഞത്. ഇന്ന് വെളുപ്പിന് 3 മണിയോടെയാണ് സംഭവം. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഇന്നും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗബാധിതർ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർജ്ജലീകരണ സാധ്യത മുൻനിർത്തി ധാരാളം വെള്ളം കുടിക്കണം. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉടൻ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 5 ദിവസം നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. അതേസമയം കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 1000 തൊട്ട് കൊക്കോ വില. ഉണങ്ങിയ കൊക്കോ പരിപ്പിന് 1010 രൂപ വരെ വില ഉയർന്നു. കുരുമുളകിന്റെ ഇരട്ടിയോളം വിലയാണ് ഉണക്ക കൊക്കോ പരിപ്പിന് നിലവിൽ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. കഴിഞ്ഞ ഏതാനും നാളുകളായി കൊക്കോയ്ക്ക് വിപണിയിൽ ലഭിക്കുന്നത് മെച്ചപ്പെട്ട വിലയാണ്. ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ ഇപ്പോൾ കൊക്കോ വില സർവകാല റെക്കോർഡിട്ടു. ഉണങ്ങിയ കൊക്കോ പരിപ്പിന് 1010 രൂപ വരെ വില ഉയർന്നു. വിപണിയിൽ കൊക്കോയുടെ ലഭ്യത കുറഞ്ഞതും കൊക്കോയ്ക്ക് ചോക്ലേറ്റ് കമ്പനികളിൽ നിന്നുള്ള ആവശ്യകത കൂടിയതുമാണ് പ്രധാനമായും ഇപ്പോഴത്തെ വില വർധനവിന് കാരണം. വില ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പക്ഷേ ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ വേണ്ടവിധം കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുമുണ്ട്. മികച്ച വരുമാനം ലഭിക്കുന്ന സാഹചര്യത്തിൽ കർഷകർ കൊക്കോ മരങ്ങളുടെ പരിപാലനവും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 1 മുതൽ വേണാട് എക്സ്പ്രസിന് എറണാകുളം സൌത്ത് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടാകില്ലെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ഷൊർണൂരിൽ നിന്ന് തിരിച്ചുള്ള സർവീസിലും സൌത്ത് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടാകില്ല. ഇതോടെ എറണാകുളം നോർത്ത് ഷൊർണൂർ റൂട്ടിൽ വേണാട് എക്സ്പ്രസ് നിലവിലെ സമയക്രമത്തേക്കാൾ 30 മിനിറ്റോളം മുൻപേ ഓടും. തിരിച്ചുള്ള യാത്രയിൽ എറണാകുളം നോർത്ത് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്റ്റേഷനിലും 15 മിനിറ്റോളം നേരത്തെ എത്തും. നോർത്ത് ഫ്രോണ്ടിയർ റെയിൽപാതയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സർവീസുകളിൽ മാറ്റം വരുത്തിയതായി റെയിൽവേ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4:55 തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന സിൽച്ചാർ അരോണ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പൂർണ്ണമായും റദ്ദാക്കി. ദേശീയപാതയിലെ മാഹി പാലത്തിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികൾ നാളെ ആരംഭിക്കും. നാളെ മുതൽ 12 ദിവസത്തേക്ക് പാലം പൂർണ്ണമായി അടച്ചിട്ടായിരിക്കും നവീകരണം. ഗതാഗതം മോന്താൽ പാലം വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. ISL ഫുട്ബോൾ 2023-24 സീസണിന്റെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. രണ്ടാം പാദ സെമി ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാനും ഒഡീഷ FCയും ഏറ്റുമുട്ടും. രാത്രി 7:30 കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യപാദ സെമിയിൽ ഒഡീഷ മോഹൻ ബഗാനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. നാളെ നടക്കുന്ന രണ്ടാം പാദ സെമിയിൽ മുംബൈ ഗോവയെ നേരിടും. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കും. ജവഹർ സ്റ്റേഡിയത്തിൽ 3 മണിക്ക് പയ്യന്നൂർ കോളേജ് കണ്ണൂർ ബ്രദേഴ്സ് ക്ലബ്ബുമായും 5 മണിക്ക് കണ്ണൂർ സ്പോർട്സ് ഡെവലപ്മെന്റ് ട്രസ്റ്റ് കണ്ണൂർ ലക്കി ബോയ്സുമായും ഏറ്റുമുട്ടും. സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 6685 രൂപയും പവന് 53,480 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവം. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ വരെ. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. രോഗപ്രതിരോധത്തിനായി ദ്രുതകർമ്മസേനയെ നിയോഗിച്ചു. ജലഗതാഗതത്തിന്റെ യശസ് ഉയർത്തി കൊച്ചി വാട്ടർ മെട്രോ. 1 വർഷം കൊണ്ട് സേവനം ഉപയോഗിച്ചത് 20 ലക്ഷം പേർ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത. തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കൊക്കോ കൃഷിയിൽ മികച്ച വരുമാനം. പ്രതീക്ഷയുടെ നിറവിൽ ഇടുക്കിയിലെ കർഷകർ. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ISL രണ്ടാം പാദ സെമിയിൽ ഇന്ന് ഒഡീഷ മോഹൻ ബഗാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.